ഹലോ ഗൈസ്, നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോവാണ്, നൈറ്റ് ഔട്ടിങ്. സോ ഞാൻ ഒരു വെറൈറ്റി കോസ്റ്റ്യൂമിലൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പാടി നേരെ കാറ് കയറി. പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടെങ്കിൽ ബീച്ചിലേക്ക് പോയി നമ്മളെ കൂടെ വന്ന രണ്ടാൾക്കാരെ മിസ്സായി. അങ്ങനെ ലാസ്റ്റ് പോലെ കണ്ടുപിടിച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പൂയിലേക്ക് ഇറങ്ങി. പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ തൊപ്പിട്ട കുട്ടിയില്ലേ, ആ കുട്ടിക്ക് പട്ടം വേണമെന്ന് നല്ല ബുദ്ധി. അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്ത് പറത്തി കളിക്കുമ്പോഴാണ് ബീച്ചത്ത് കറണ്ട് പോയി. അതിശയം തന്നെ, ഞാൻ ആദ്യമായിട്ടോട്ട് കാണുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ വന്ന് പിന്നെ നമ്മൾ കുറച്ച് നേരം കടലും കണ്ട് കാറ്റും കണ്ട് അവിടെ ഇരുന്ന് കഥ പറയും. പിന്നെ അപ്പുറത്ത് ഈ കുട്ടീൻ്റെ നിലവിളി കേട്ടപ്പോൾ പോയി നോക്കിയതാ. കുട്ടി VR എന്തോ പ്രേത സിനിമ കണ്ട് നിലവിളിക്കേനി. പിന്നെ നമ്മളിതാ കഴിക്കാൻ വേണ്ടിയിട്ട് കാടമുട്ടയും കോളിഫ്ലവറും അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ വാങ്ങി. ഇത് കണ്ടിട്ട് ഫോണിനെ പ്രണയിച്ചവൻ എന്നാരും വിചാരിക്കരുത്. ആ ഫോൺ നൈസായിട്ടൊന്ന് വെള്ളത്തിൽ വീണു. അപ്പോൾ അത് റെഡിയാക്കാനുള്ള പെടാപ്പാടില്ല. അതൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിലോ മൂപ്പർക്ക് ബാക്ക് പെയിൻ വന്ന് വയസ്സായവരെ കൊണ്ട് ബീച്ചിൽ വന്നാലുള്ള ഇടങ്ങേറേ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് മസാജൊക്കെ ചെയ്ത് ഒക്കെ റെഡിയാക്കിപ്പിച്ചിട്ടാണ് പിന്നെ മുമ്പോട്ട് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. മുമ്പോട്ടുള്ള യാത്ര എന്ന് ഉദ്ദേശിച്ചത് ഇതല്ല കേട്ടോ. ഇത് കുറച്ചൊന്നും അധികം വെള്ളം ഇങ്ങോട്ട് കയറിപ്പോയപ്പോൾ ഷൂ തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ദോശയാണ് നമ്മൾ മെയിനായിട്ട് വിചാരിച്ചത്. അങ്ങനെ നമ്മളൊരു ദോശക്കടയിൽ കയറിയിട്ട് മസാല ദോശ ഓർഡർ ചെയ്തു. നല്ല അടിപൊളി മസാല ദോശ. ഇനി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.